സ്നേഹിക്കുന്ന കുടുംബവും ഉള്ള പണത്തിൽ തൃപ്തിയുള്ള മനസ്സുമുണ്ടെങ്കിൽ ഈ ഭൂമി തന്നെ സ്വർഗമാകും. മുഖത്ത് നോക്കി പുകഴ്ത്തുകയും ചതിക്കാൻ മനസ്സിൽ ആലോചിക്കുകയും ചെയ്യുന്ന ഒരാളെ ഒഴിവാക്കുക. അടിയിൽ വിഷം നിറച്ച് മുകളിൽ പാലൊഴിച്ച പാത്രം പോലെയാണ് അയാൾ. സുഹൃത്തെന്ന് കരുതി രഹസ്യങ്ങളെല്ലാം അറിയിക്കരുത്. പിണങ്ങിയാൽ പിന്നീട് പ്രയാസമാകും. വായിച്ചാലും എത്രമാത്രം സംസാരിച്ചാലും നിങ്ങൾ അവയ്ക്ക് അനുസൃതമായി പ്രവർത്തിച്ചില്ലെങ്കിൽ അവ നിങ്ങൾക്ക് എന്ത് പ്രയോജനം ചെയ്യും? ഒന്നും ശാശ്വതമല്ല. നന്മ ചെയ്യുന്നതിൽ മനസ്സുറപ്പിക്കുക, അത് വീണ്ടും ചെയ്യുക. നിങ്ങൾ സന്തോഷത്താൽ നിറയും. ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കണ്ടെന്ന് വരില്ല. ആർക്കും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കാൻ നേരം ലഭിച്ചെന്നും വരില്ല. ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കുകയുമില്ല. പക്ഷെ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും. സന്തോഷം എന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടുന്നതിലല്ല, നമുക്കുള്ളതെല്ലാം മനസ്സറിഞ്ഞ് ആസ്വദിക്കുന്നതിലാണ്. ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെ ആശ്രയിച്ച് നിങ്ങളുടെ ഭാവി കണക്ക് കൂട്ടരുത്. ചിലർ വഴിതിരിഞ്ഞു നടക്കും, മറ്റു ചിലർ ജീവിതം പഠിപ്പിക്കും. ചുരുക്കം ചിലർ മാത്രമേ ഒടുക്കം വരെ കൂടെ ഉണ്ടാകൂ. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം, അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. ഒരാളുടെ വിജയത്തിന് മധുരം നിശ്ചയിക്കുന്നത് അയാളുടെ പരാജയങ്ങളാണ്. ഏതൊരു മനുഷ്യന്റെയും വിജയത്തിന് പുറകിലും ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും. ജീവിതത്തിൽ തോൽവി അനുഭവപ്പെടുമ്പോഴാണ് മനുഷ്യർ അവരുടെ തെറ്റുകളിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുന്നത്. ചില തോൽവികൾ വലിയൊരു പാഠമാണ്. തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോവുക എന്ന പാഠം. തോൽവി സമ്മതിച്ച് പിന്മാറരുത്. പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല. എങ്കിലും നല്ലത് ചെയ്യുക, നന്മയിൽ ജീവിക്കുക. അപ്പോൾ ജീവിതം മനോഹരമാകും. എവറസ്റ്റ് കീഴടക്കാനോ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉന്നതിയിലെത്താനോ എന്തായിരുന്നാലും വേണ്ടത് ശക്തിയും ആർജവവുമാണ്. മതം എന്നത് മഹാന്മാർക്ക് സുഹൃത്തുക്കളെ സമ്പാദിക്കാനുള്ള മാർഗമാണ്. അല്പന്മാർക്ക് അതൊരായുധവും. ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന സ്ത്രീയാണ് നിങ്ങളുടെ ദുഃഖത്തിന്റെ അഥവാ സങ്കടത്തിന്റെ കാരണം. ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ് ഒരു നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണം. നമ്മുടെ കുട്ടികൾ ചോദിക്കട്ടെ. ഓരോ കുട്ടിയും വ്യത്യസ്തനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ലോകമാകട്ടെ അവരെ മറ്റുള്ളവരെ പോലെ ആക്കിയേ അടങ്ങൂ എന്ന് ശഠിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.